ഗ്രേറ്റ് മീഡിയ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കടയാണ്. കാട്ടാക്കട എന്താണ് വിശേഷം എന്ന് കേട്ട് കഴിഞ്ഞാൽ 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാമ്പഴ ഫെസ്റ്റ് ഇവിടെ നടക്കുകയാണ്. അതായത് ഫെസ്റ്റിവൽ ഇവന്റിന്റെ ആഭിമുഖ്യത്തിൽ 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാമ്പഴ ഫെസ്റ്റ്. അപ്പോൾ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കാട്ടാക്കട ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ശ്രീ RKN ഹാൾ ഗ്രൗണ്ടിലാണ് കേട്ടോ ഇത് നടക്കുന്നത്. നമ്മൾ കണ്ടിട്ടോ കേട്ടോ ഇല്ലാത്ത ഒരുപാട് മാമ്പഴങ്ങളുടെ കളക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കാനും പറ്റും. നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പാസ് ഉണ്ട്. 20 രൂപ ആണ് പാസ് ഉള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന ഷോപ്പിങ്ങുകൾ, കാണുന്ന ഒരുപാട് മേളകളും അതുപോലെ തന്നെ മെയിനായിട്ട് ഈ മാമ്പഴ മേളയുടെ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തായിരുന്നാലും 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ഇതൊന്ന് വന്ന് കണ്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത മാമ്പഴങ്ങൾ രുചിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വാങ്ങാനും പറ്റും. എല്ലാവരും ഇത് ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യാം. മാമ്പഴമേളയും ഷോപ്പിംഗ് ഫെസ്റ്റും 2025 ജൂൺ 6 മുതൽ 16 വരെ നീണ്ടു നിൽക്കുന്ന മാമ്പഴമേള ഫെസ്റ്റിവൽ ഇവന്റ്സിന്റെ കീഴിലാണ് കേട്ടോ ഈ മാമ്പഴമേളയും ഷോപ്പിംഗ് ഫെസ്റ്റും നടക്കുന്നത്. കാട്ടാക്കട ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു മേള ഒരുക്കിയിരിക്കുന്നത്. മേളയിൽ ഒട്ടനവധി മാമ്പഴങ്ങളുടെ കളക്ഷൻ ഉണ്ട്. രുചിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാകണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ വില കൊടുത്ത് ആ മാമ്പഴങ്ങൾ നമുക്ക് വാങ്ങാവുന്നതാണ്. ഒരുപക്ഷെ പേരുകൾ പോലും നമ്മൾ കേട്ടിരിക്കാൻ ചാൻസ് ഇല്ല. കല്ലാമ, പുളിച്ചി മാങ്ങ, അൽഫോൺസ, മുന്തിരി മാങ്ങ, മല്ലിക, ആപ്പിൾ മാങ്ങ അങ്ങനെ തുടങ്ങിയ ഒരു നിര തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ വർഷവും ഇതേപോലെ ചെയ്യാറുള്ളതാണ്. തിരുവനന്തപുരത്ത്, കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങളിത് പരിചയപ്പെടുത്തുന്ന മാമ്പഴ ഫെസ്റ്റിൽ 50 രൂപ മുതൽ മുകളിലോട്ട് 200 രൂപ വരെ ഉള്ള എല്ലാ റയറായ വെറൈറ്റികളാണ്. റയറാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ആ സാധനങ്ങളല്ല ഞങ്ങളിവിടെ വിൽക്കുന്നത്. അങ്ങനെയുള്ള മാങ്ങകളല്ല വിൽച്ചത്. ആ മാങ്ങ എപ്പോഴും കിട്ടുന്നതാണ്. പക്ഷേ ഇതൊരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം ഈ 4 സംസ്ഥാനത്ത് വ്യത്യസ്തമായ പല രുചികളുള്ള പല രീതിയിലുള്ള മാമ്പഴങ്ങളാണ് ഞങ്ങൾ എല്ലായിടത്തും എപ്പോഴും എല്ലാ ഫെസ്റ്റിവലിനും ഞങ്ങൾ കൊടുക്കുന്നത്. സ്ഥിരമായിട്ട് ഞങ്ങൾ 23 വർഷം കൊണ്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നു. അല്ല, ഇനിയിപ്പോൾ കൊല്ലത്തുണ്ട്. ഇത് കഴിഞ്ഞാൽ നേരെ കൊല്ലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സീസൺ തീരും. അൽഫോൺസ ഉണ്ട്, മൽഗോവ ഉണ്ട്, ചക്കരക്കുട്ടിയുണ്ട്, മുന്തിരി മാങ്ങ ഉണ്ട്. ഇതാഇപ്പോൾ കൊടുത്തത് ഇതാണ് മുന്തിരി മാങ്ങ. അതിന് ഓരോ ടേസ്റ്റാണ്. കാരണം ഇത് പഴുക്കുന്നതോറും മണം ഭയങ്കര മണമായിരിക്കും. ഇത് എത്രത്തോളം പഴുക്കോ അത്രത്തോളം മണവും മധുരവും ഉണ്ടാവുന്നു. ഇത് ആന്ധ്രയാണ്. ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ് ഈ മുന്തിരി മാങ്ങ. ഗ്രേപ്പ് എന്ന് അറിയപ്പെടുന്ന ഗ്രേപ്പ് എന്നാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ഇവിടെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് മുന്തിരി മാങ്ങ എന്നുള്ളൊരു ചെല്ലപ്പേരിൽ വിളിക്കുന്നത് മുന്തിരി മാങ്ങ. അതുപോലെ തന്നെയാണ് ഇതായി റൊമാനിയ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഇതും ആന്ധ്ര മാങ്ങയാണ്. റൊമാനിയ എന്നാണ് ഈ മാങ്ങ പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ഇത് ആപ്പിൾ മാങ്ങ എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്പിൾ മാങ്ങ ഇതിൻ്റെ യഥാർത്ഥ പേര് റൊമാനിയ ആണ്. അത് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതായത് മൽഗോവ ഉണ്ട്, പിന്നെ ചക്കരക്കുട്ടി ഒക്കെ കാണിച്ചു തരാം. ഇതിനെയാണ് ചക്കരക്കുട്ടി എന്ന് പറയുന്നത്. ഇത് കർണാടക മാങ്ങ. കർണാടക മാങ്ങ മാത്രമേ ഇത്രയും വലിപ്പമുള്ള മാങ്ങ വെച്ചുള്ളൂ. എൻ്റെ പേര് സെയ്ദ് മുഹമ്മദ്, അനീഷ് എന്ന് വിളിക്കും. എൻ്റെ വീട് തിരുവനന്തപുരമാണ്. ഇതിപ്പോൾ 16-ാം തീയതി വരെ. മാമ്പഴമേളയോട് അനുബന്ധിച്ച് തന്നെ ഷോപ്പിംഗ് ഫെസ്റ്റിവലും ക്രമീകരിച്ചിട്ടുണ്ട്. സാധാ മേളയിൽ കാണുന്ന എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഫാൻസി ഐറ്റം, ഫുഡ് ഐറ്റംസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനും കഴിയുന്നതാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഫുഡ് കോർട്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, 6-ാം തീയതി മുതൽ 16-ാം തീയതി വരെ കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മേള നടക്കുന്നത്. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇതുപോലെ ചൂടോടുകൂടി തന്നെ അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത്, പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത ഒരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.